അടുത്തത് ചോദിച്ചാണ് ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രൂഫ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു 4 റെസിസ്റ്റേഴ്സ് ഒരു നിശ്ചിത രീതിയിൽ അറേഞ്ച് ചെയ്തതാണ്. നടുക്കിനൊരു ഗാലനോമീറ്റർ ഉണ്ട്. ഇതിന് PUQRS എന്ന് പേരിടും. ഇതൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാറ്ററിയിൽ നിന്നും I എന്ന് പറഞ്ഞ കറണ്ട് പുറത്തോട്ട് വരുന്നു. അപ്പോൾ തിരിച്ചും ബാറ്ററിയിലോട്ട് എന്ത് കറണ്ട് കയറണം? I എന്ന് പറഞ്ഞ കറണ്ട് തന്നെ ബാറ്ററിയിലോട്ട് കയറണം. ഈ I എന്ന് പറഞ്ഞ കറണ്ട് ഈ ജംഗ്ഷനിലെത്തി കഴിഞ്ഞപ്പോൾ ഈ എയും ബിയുമാണ് രണ്ട് ജംഗ്ഷൻ എന്ന് വിചാരിക്കുക. ഇപ്പോൾ ജംഗ്ഷൻ റൂൾ പ്രകാരം എയിലെത്തിയ കറണ്ട് രണ്ടായിട്ട് ഭാഗിച്ചു. നമുക്കതിനെ I1 എന്ന് എഴുതാം, ഇതിനെ I2 എന്ന് എഴുതാം. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഇവിടെ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്തതിനാണെങ്കിൽ എങ്ങനെ എഴുതാം? I = I1 + I2 എന്ന് എഴുതാം. തിരിച്ച് ഇവിടെ എത്തുമ്പോഴോ അപ്പോൾ നമുക്ക് നോക്കാം. ഈ I1 എന്ന് പറഞ്ഞ കറണ്ട് P എന്ന് പറഞ്ഞ റെസിസ്റ്ററിലൂടെ കടന്ന് ഈ ജംഗ്ഷനിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഗാലനോമീറ്ററിലോട്ട് പോണ വഴി കണ്ടു. പോകുന്ന കറണ്ട് നമുക്ക് IG എന്ന് എഴുതാം. അപ്പോൾ I1ൽ നിന്നും IG മാറി. ബാക്കി എത്രയുള്ളത്? I1 - IG എന്നുള്ളത് ബാക്കി Q എന്ന് പറഞ്ഞ റെസിസ്റ്ററിലൂടെ കടന്ന് ബിയിലോട്ട് എത്തി. അതുപോലെ തന്നെ I2 എന്ന് പറഞ്ഞ കറണ്ട് ആറിലൂടെ കടന്ന് ഈ ജംഗ്ഷനിലെത്തി. നോക്കിയപ്പോൾ മേലെ നിന്ന് IG എന്ന് പറഞ്ഞ കറണ്ട് പോരുന്നു. അപ്പോൾ I2 + IG ആയിട്ട് മാറിയിട്ട് എസ്സിലൂടെ കടന്ന് ബിയിലെത്തിയപ്പോൾ എന്തായി? അപ്പോൾ at A I = I1 + I2 എന്ന് എഴുതാം. at B എങ്ങനെ എഴുതാം? നോക്കിയേ, I1 - IG മേലേന്ന് പോരുന്നു, താഴത്തേത് I2 + IG വരുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ വീണ്ടും എന്തായി? I1 + I2 എന്നായി. അതെന്തിനു തുല്യമാണ്? I ആണ്. തിരിച്ച് ബാറ്ററിയിലോട്ട് കടന്നു പോകാം. അപ്പോൾ ഇതാണ് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ. ഇനി അതിന് ശേഷം എന്ത് ചെയ്യണം? ബാലൻസിങ് കണ്ടീഷനാണ് സാധാരണഗതിയിൽ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ എഴുതിയതിന് ശേഷം ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുക, അതായത് ക്ലോസ്ഡ് പാത്ത് കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിൽ കറണ്ടും റെസിസ്റ്ററും അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിയും കറണ്ടും ഒരേ ദിശയിലാണെങ്കിൽ ആ റെസിസ്റ്ററിലൂടെ ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് നെഗറ്റീവ് ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് വെച്ചാൽ V ആണ്. V = I × R എന്നുള്ളതാണ് ഫോർമുല. അപ്പോൾ ഞാൻ Aയിൽ നിന്ന് തുടങ്ങുന്നു. Aയിൽ നിന്നും ഞാൻ ഇങ്ങോട്ടാണ് പോണേ? ഈ പറഞ്ഞ ഈ സിയും ബിയും എന്ന് വിചാരിച്ചു. ഞാൻ Aയിൽ നിന്നും സിയിലോട്ട് പോകുന്നു. അപ്പോൾ P എന്ന് പറഞ്ഞ റെസിസ്റ്ററിലൂടെ കടന്നിട്ട് വേണം പോകാൻ. Pയിലൂടെ കടന്നു പോകുമ്പോൾ I1 എന്ന് പറഞ്ഞ കറണ്ട് അതിൻ്റെ Pയുടെ റെസിസ്റ്റൻസ് കാരണം ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കുന്നു. അതാണ് VP എന്ന് എഴുതാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയിട്ട് P. അപ്പോൾ I1 × P, ഞാനും കറണ്ടും ഒരേ ദിശയിലായതുകൊണ്ട് അതിനെ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കാം. ഇനി സിയിൽ നിന്നും വീണ്ടും ഡിയിലോട്ട് പോകുന്നു. അപ്പോൾ ഡിയിലോട്ട് പോകുമ്പോൾ കറണ്ട് IG എന്ന് പറഞ്ഞുകൊണ്ട് IGയും ഗാലനോമീറ്ററിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് G ആയിട്ട് എടുക്കാം. അപ്പോൾ വീണ്ടും ഞാനും കറണ്ടും ഒരേ ദിശയിൽ താഴോട്ടാണ് വരണം. അപ്പോൾ IG × G എന്ന് എഴുതാം. അതാണ് ഇവിടുത്തെ ഡ്രോപ്പ്, അക്രോസ് ദി ഗാലനോമീറ്ററിലെ ഡ്രോപ്പ്. ഞാൻ ഡിയിലെത്തി. ഡിയിൽ നിന്നും വീണ്ടും എയിലോട്ട് എത്തുന്നു. അപ്പോൾ ഇത് ഏത് ലൂപ്പിൻ്റെയാണ്? ഇവിടെ എഴുതാം, കൺസിഡറിങ് ലൂപ്പ്, ക്ലോസ്ഡ് ലൂപ്പ് ഏതാ? ACBA. അപ്പോൾ Aയിൽ നിന്നും തുടങ്ങി. അപ്പോൾ I1 എന്ന കറണ്ട് ഞാനും ഒരേ ദിശയിൽ. ഡ്രോപ്പ് അക്രോസ് P എന്ന് പറയുമ്പോൾ I1 × P -2, ഞാനും കറണ്ട് ഒരേ ദിശയിലാണ്. ഇതേ ദിശയാണെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കണം. സിയിൽ നിന്നും വീണ്ടും ഡിയിലോട്ട്, ഞാനും കറണ്ട് ഒരേ ദിശ. അപ്പോൾ -IG × ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് G. ഡിയിൽ നിന്നും എയിലോട്ട് എത്തുമ്പോൾ I2 എന്ന് പറഞ്ഞ കറണ്ട് എൻ്റെ എതിർദിശയിലാണ് വരുന്നത്. അപ്പം ഞാനും കറണ്ട് എതിർദിശയിലാണ്. അപ്പോൾ ഡ്രോപ്പ് പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ എന്തായിരിക്കണം? +I2 × R = 0. കാരണം എന്താ? ഈ മെഷ് റൂൾ പ്രകാരം ഒരു മെഷിലൂടെ കടന്ന് വീണ്ടും അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും പൊട്ടൻഷ്യലിൽ ഉണ്ടാകുന്ന വ്യത്യാസം എത്രയാണ്? σ ΔV എത്രയാണ്? 0 ആയിരിക്കും എന്നാണ് മെഷ് റൂൾ പറയുന്നത്. തിരിച്ചവിടെ എത്തുമ്പോഴേക്കും. അപ്പോൾ ഇത് ആദ്യത്തേൻ്റെ റിലേഷനായി. ഇതുപോലെ തന്നെ അടുത്ത ലൂപ്പ് കൺസിഡർ ചെയ്യുക. കൺസിഡർ ലൂപ്പ് CB
ഡി സി സി പി ഡി സി. ഞാൻ സിയിൽ നിന്നും തുടങ്ങി ബിയിലോട്ട് പോകുന്നു. ഞാനും കറണ്ടും ഒരേ ദിശയിൽ. ഏത് കറണ്ട്? I1 മൈനസ് IG ടൈംസ് ക്യൂ. അതാണ് ഡ്രോപ്പ് അവിടുത്തെ. -2 ഞാനും കറണ്ട് ഒരേ ദിശയിലായതുകൊണ്ട്. പിന്നെ ബിയിലെത്തിക്കഴിഞ്ഞപ്പോൾ I2 പ്ലസ് IG എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എതിർദിശയിലാണ് പറഞ്ഞത്. ഇങ്ങനെ എഴുതാം, +I2 + IG ടൈംസ് എസ് എന്ന് എഴുതാം. ഇനി തിരിച്ചങ്ങോട്ട് പോകുമ്പോഴും IG എതിരാണ്, അപ്പോൾ +IG ടൈംസ് G = 0 എന്ന് എഴുതാം. ഇത് വരുമ്പോൾ എങ്ങനെ എഴുതാം? ഒന്നുകിൽ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം എഴുതാം, അല്ലെങ്കിൽ ഓപ്പൺ ആക്കാണ്ട് തന്നെ എഴുതാം. ഇനി ഇവിടെ പിയും ക്യൂവും ആറും എസും ഒക്കെ റെസിസ്റ്റേഴ്സാണ്. ഇതിലേതെങ്കിലും ഒരാളെ നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ബാലൻസിങ് കണ്ടീഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരാൾ അൺനോൺ ആയിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. നമ്മൾ ആരുടെ ആണോ റെസിസ്റ്റൻസ് കാണാൻ പോകുന്ന അയാളെ ഞാൻ എസ് എന്ന് പറഞ്ഞിടത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ പിയും ക്യൂവും ആറും ഒക്കെ എനിക്ക് അറിയാവുന്നവരാണ്. അവരുടെ വാല്യൂസ് എനിക്ക് വേരി ചെയ്യാൻ പറ്റും. വേരിയബിൾ റെസിസ്റ്റേഴ്സാണ്. ഇപ്പോൾ വേരി ചെയ്തുകൊണ്ട് ഗാലോനോമീറ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് 0 ആക്കും. പിയുടെയും ക്യൂയുടെയും ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വേരി ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് പിയും, അതായത് പൊട്ടൻഷ്യൽ അറ്റ് സിയും പൊട്ടൻഷ്യൽ അറ്റ് ഡിയും സെയിം ആക്കും വേരി ചെയ്തുകൊണ്ട്. അപ്പം രണ്ട് പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ഒരിക്കലും അതിലൂടെ കറണ്ട് ഒഴുകത്തില്ല. ഒന്നുകിൽ ഏതെങ്കിലും ഭാഗം ഒരേ ഹൈറ്റിൽ വെച്ചേക്കുന്ന 2 പാത്രങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇപ്പുറപ്പുറം പോകത്തില്ല. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് സിയും പൊട്ടൻഷ്യൽ അറ്റ് ഡിയും സെയിം ആകുമ്പോൾ ഗാലോനോമീറ്ററിലൂടെ കറണ്ട് പോകത്തില്ല. അപ്പോൾ IG എന്ത് പറ്റും? IG will be 0 when potential at C and D are equal. എങ്ങനെ ഈക്വൽ ആക്കി? ബൈ വേരിയിങ് റെസിസ്റ്റേഴ്സ്. ഏതൊക്കെ? പിയും ക്യൂവും ആറും വേരി ചെയ്തുകൊണ്ട് പൊട്ടൻഷ്യൽ അറ്റ് സി ആൻഡ് ഡി ഈക്വൽ ആക്കി. അപ്പോൾ IG 0 ആയി. IG 0 എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷനിൽ ഇടുമ്പോൾ എന്ത് പറ്റും നോക്കി? ആദ്യത്തേത് ഇക്വേഷൻ ഇടുമ്പോൾ I1 -I1P -IG എന്നുള്ള 0 ആക്കി. ബാക്കി എന്തുണ്ട്? +I2R = 0 എന്നുള്ളത് കിട്ടി. മൂന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷനിൽ ഇട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും നോക്കി? IG 0 ആയി. ഇവിടെയും IG ഉണ്ട്, ഇവിടെയും IG 0 ആകുമ്പോൾ എന്തായി? -I1 ടൈംസ് Q +I2 ടൈംസ് S = 0 എന്നായി. അപ്പോൾ IG 0 ആയിട്ട് ഇതിലിട്ട് കഴിയുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതിനെങ്ങനെ എഴുതാം? I2R = I1P, I2S = I1Q എഴുതാം. ഇനി രണ്ടിനെയും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? I1ഉം I2ഉം ക്യാൻസൽ ആയിട്ട് പോകുമ്പോൾ P/Q = ഓൺ ഡിവൈഡിങ് എഴുതാം. P/Q = നമുക്ക് R/S എന്ന് കിട്ടും. ഇങ്ങനെയാണ് ആ ബാലൻസിങ് കണ്ടീഷനിലോട്ട് എത്തിച്ചേരുന്നത്. ഫിഗർ വരയ്ക്കുക. ബാറ്ററിയിൽ നിന്നും I എന്ന് പറഞ്ഞ കറണ്ട് എയിലോട്ട് എത്തുന്നു. ജംഗ്ഷൻ റൂൾ പ്രകാരം രണ്ടായിട്ട് വരുന്ന കറണ്ട് 2 വഴികളുണ്ടെങ്കിൽ 2 വഴിയിലൂടെയും കടന്നു പോകുന്നു. I1ഉം I2 ആയിട്ട് മാറി. I1 സിയിലെത്തി. ഗാലോനോമീറ്ററിലുണ്ട്, അതിലൂടെയും കുറച്ച് പോയി, അത് IG ആയി. ബാക്കിയുള്ള ആൾ ഇങ്ങോട്ടേക്ക് പോയി. ഇവിടെ ഡിയിലെത്തിക്കഴിഞ്ഞപ്പോൾ I2ഉം IGയും കൂടി ചേർന്നു ഒരു കറണ്ടായിട്ട് വീണ്ടും I ആയിട്ട് ബാറ്ററി കയറി. കറണ്ടിൻ്റെ രീതി. അതിനുശേഷം ലൂപ്പായിട്ട് കൺസിഡർ ചെയ്തു. ഒരു റെസിസ്റ്ററിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്. അതാണ് B = IR എന്ന രീതിയിൽ എഴുതി. അപ്പോൾ ഞാനും കറണ്ട് ഒരേ ദിശയിലാണെങ്കിൽ നെഗറ്റീവ്, എതിർ ദിശയിലാണെങ്കിൽ പോസിറ്റീവ്. അതിനുശേഷം ഞാൻ പിയുനെയും ക്യൂവിനെയും ആറിനെയും ചേഞ്ച് ചെയ്തുകൊണ്ട് വേരി ചെയ്തുകൊണ്ട് പൊട്ടൻഷ്യൽ ഗാലോനോമീറ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് 0 ആക്കി. 0 ആകുന്ന അവസ്ഥയിൽ എന്താ? പൊട്ടൻഷ്യൽ അറ്റ് C = പൊട്ടൻഷ്യൽ അറ്റ് D ആണ്. അതായത് IG 0 ആയി. 0 ആകുമ്പോൾ ഈ ഇക്വേഷനിൽ ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓൺ ഡിവൈഡ് ഈ 5 and 6 വിചാരിക്കാം. നമുക്ക് എന്ത് കിട്ടും? P/Q = R/S എന്ന് പറഞ്ഞാൽ റിലേഷൻ കിട്ടും. ഇങ്ങനെയാണ് ആ ബീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ